എവരിവൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ ഏജൻസ്. അപ്പോൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യന് ഇൻഡക്ഷൻ ഏജൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം പോയിന്റ്സ് എഴുതണം അത് മാത്രമാണ്. ഇൻഡക്ഷൻ ഏജൻസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഈ സ്ലൈഡിൽ തന്നിരിക്കുന്നത്. ബാർബിറ്റുറേറ്റ്സ്, നോൺ ബാർബിറ്റുറേറ്റ്സ്. അതിൽ ബാർബിറ്റുറേറ്റ്സിൽ വരുന്നതാണ് തയോപെന്റോണും മെത്തോഹെക്സിറ്റോണും. ദെൻ നോൺ ബാർബിറ്റുറേറ്റ്സിൽ വരുന്നതാണ് കീറ്റമിൻ, പ്രൊപ്പഫോൾ ഓർ ഫോസ്പ്രൊപ്പഫോൾ ആൻഡ് എറ്റോമിഡേറ്റ്. അപ്പോൾ ഇതിന്റെയൊക്കെ വളരെ ചുരുങ്ങിയ പോയിന്റ്സ് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് എക്സാമിന് ഇപ്പൊ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ഇൻഡക്ഷൻ ഏജൻസ് എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റിയ പോയിന്റ്സ് നമുക്കറിയാം. പ്രൊപ്പഫോളിന് ഒത്തിരി പോയിന്റ്സ് ഉണ്ട്. അതുപോലെ എറ്റോമിഡേറ്റിനായാലും കീറ്റമിനായാലും ഏത് ഡ്രഗ്സിനായാലും അതിന്റെ ഓരോ കാര്യങ്ങളും യൂസസും ഫാർമക്കോകൈനറ്റിക്സ്, ഫാർമക്കോഡൈനാമിക്സ്, അങ്ങനെ ഒരുപാട് ടോപ്പിക്സും പോയിന്റ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് അതെല്ലാം കൂടി നമുക്ക് എക്സാമിന് ചുരുങ്ങിയ സമയത്ത് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ടൈം എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ 5 മാർക്കും കരസ്ഥമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോയിന്റ്സ് ആണ് ഞാൻ ഇന്ന് ഈ ഇൻഡക്ഷൻ ഏജൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഇതിന്റെ ഫുൾ പോയിന്റ്സ് ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അതായത് എറ്റോമിഡേറ്റ് മാത്രമായിട്ട് അതിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് വരുന്ന രീതിയിലുള്ള വീഡിയോസ് നമുക്ക് അല്ലാതെ ചെയ്യാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എക്സാമിന് ഇപ്പൊ എറ്റോമിഡേറ്റ് മാത്രം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ പോയിന്റ്സ് എഴുതേണ്ടി വരും. പക്ഷെ ഇൻഡക്ഷൻ ഏജൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഡ്രഗ്സ് എഴുതാനുണ്ട്, അതിന്റെ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒരുമിച്ച് 5 മാർക്ക് ക്വസ്റ്റ്യന് ഉൾപ്പെടുത്തിക്കൊണ്ട് സമയം ലാഭിച്ച് എഴുതാൻ സാധിക്കില്ല എക്സാമിന്. അപ്പോൾ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇൻഡക്ഷൻ ഏജൻസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യന് എന്തൊക്കെ പോയിന്റ്സ് എഴുതണം, എന്തൊക്കെയാണ് അതിന്റെ ആൻസേഴ്സ് എന്നുള്ളതാണ് ഇതിലൂടെ പറയാൻ നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് ബാർബിറ്റുറേറ്റ് ആയ തയോപെന്റോൺ എന്ന് പറയുന്ന മെഡിസിനെ പറ്റിയിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് യെല്ലോ അമോർഫസ് പൗഡർ ആസ് 0.5 gram ആൻഡ് 0.1 gram വയൽ ആർ അവൈലബിൾ. ഇതൊരു യെല്ലോ അമോർഫസ് പൗഡർ ആണ്, അതായത് പൗഡർ ഫോമിൽ വരുന്നതാണ്. നമ്മുടെ വയൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പൗഡർ ഫോമിലായിരിക്കും വരുന്നുണ്ടാവുക. അത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ടായിരിക്കും ഉപയോഗിക്കുക. അപ്പൊ അത് 0.5 ഗ്രാമിലും 0.1 ഗ്രാമിലും നമുക്ക് അവൈലബിൾ ആണ്. തയോപെന്റോണിന് ഡൈലൂഷൻ ഉണ്ട്. ഡൈലൂഷൻ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഡ്രഗ്സിന്റെ ഡൈലൂഷൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടി നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ എനിക്ക് കുറച്ച് കമന്റ്സ് അതിനെ ബേസ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വീഡിയോ ഉടനെ ചെയ്യാം കേട്ടോ. The next point എന്ന് പറയുന്നത് highly alkaline, pH is greater than 10. It prevent bacterial growth. ഇത് highly alkaline ആയിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ ആണ്. pH എന്ന് പറയുന്നത് 10-നേക്കാൾ കൂടുതലാണ്. ഓക്കെ, 10 അതായത് 7-ൽ കൂടുതലാണെങ്കിൽ ആൽക്കലൈനും 7-ൽ കുറവാണെങ്കിൽ അസിഡിക്കും ആണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് എഴുതി വെച്ചോണം കേട്ടോ. ദെൻ ഇറ്റ് പ്രിവെന്റ് ബാക്ടീരിയൽ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ ഫാർമക്കോകൈനറ്റിക്സ് എന്താണെന്ന് നോക്കാം. നമുക്ക് എക്സാമിന് മാക്സിമം ഈ ഫാർമക്കോകൈനറ്റിക്സ് എന്ന് നിങ്ങൾ ഹെഡിങ് കൊടുത്തിട്ട് 2 പോയിന്റ് ആണെങ്കിൽ 2 പോയിന്റ് എഴുതുക. ഫാർമക്കോഡൈനാമിക്സ് എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുത്തിട്ട് 2 പോയിന്റ് ആണെങ്കിൽ 2 പോയിന്റ് എഴുതുക കേട്ടോ. അങ്ങനെ എഴുതുന്നതിൽ കൂടെ കുറച്ചുകൂടി നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. എക്സാം ടിപ്സ് ആണ്. നിങ്ങൾക്ക് എക്സാം ടിപ്സ് ആയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഫാർമക്കോകൈനറ്റിക്സിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ആണ്. ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ഓഫ് തയോപെന്റോൺ എന്ന് പറയുന്നത് 15 സെക്കൻഡ് ആണ്. യൂസ്ഡ് ഇൻ റാപ്പിഡ് സീക്വൻസ് ഇൻഹിബിഷൻ. റാപ്പിഡ് സീക്വൻസ് ഇൻഹിബിഷന് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ ഇതിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാതിരിക്കാനുള്ള ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതായത് തയോപെന്റോൺ ഇഞ്ചക്ഷൻ എന്ന് മാത്രം ടോപ്പിക് ആയിട്ട് എടുക്കുമ്പോൾ അതിനകത്ത് മെൻഷൻ ചെയ്യാം കേട്ടോ. ഇതിപ്പോ നമ്മൾ ഇൻഡക്ഷൻ ഏജൻസും അതും 5 മാർക്ക് ക്വസ്റ്റ്യൻസിന് എത്രത്തോളം പോയിന്റ്സ് എഴുതണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തയോപെന്റോൺ എന്ന് പറയുന്ന ടോപ്പിക് എടുക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ അതിലോട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം സ്കോളിനാണ് നമ്മൾ മസിൽ റിലാക്സൻസിൽ റാപ്പിഡ് സീക്വൻസ് ഇൻഹിബിഷൻ ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ വരുന്നത് സ്കോളിൻ തന്നെയായിരിക്കും. പക്ഷേ ഇത് ഇൻഡക്ഷൻ ഏജൻസിൽ നമുക്ക് റാപ്പിഡ് സീക്വൻസ് ഇൻഹിബിഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് തയോപെന്റോൺ ആണ്. അത് മാറിപ്പോകരുത് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് 15 to 20 minutes ആണ്. നമുക്ക് ഫാർമക്കോകൈനറ്റിക്സ് എന്ന് പറയുമ്പം ആ ഇഞ്ചക്ഷന്റെ അല്ലെങ്കിൽ ആ ഡ്രഗിന്റെ ഓൺസെറ്റ് ഓഫ് ആക്ഷനും ഡ്യൂറേഷൻ ഓഫ് ആക്ഷനും ഒക്കെയാണ് എഴുതേണ്ടത് കേട്ടോ.
Metabolism. Metabolized in liver and metabolic products are eliminated through kidneys. Metabolization നടക്കുന്നത് ലിവറിലാണ്. മെറ്റബോളൈറ്റ് പ്രോഡക്റ്റ് ഒക്കെ കിഡ്നി വഴിയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഡോസേജ് എന്ന് പറയുന്നത് 3 to 5 mg/kg ആണ്. ഇനി നമുക്ക് ഫാർമക്കോ ഡൈനാമിക്സ് നോക്കാം. ഇറ്റ് ആക്ട്സ് ഓൺ ഗാബ എ റിസപ്റ്റർ, ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ്. ഓക്കെ, ഇത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത് എന്നതാണ് ഫാർമക്കോ ഡൈനാമിക്സിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. അതായത് ഇത് ആക്ട് ചെയ്യുന്നത് ഗാബ എ റിസപ്റ്ററിലാണ്. ഇതൊക്കെ ഒരു എന്താ പറയാ MCQ ടൈപ്സ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗാബ എന്നതിന്റെ ഫുൾ ഫോം ആണ് ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ്. അതുകൂടെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇൻജക്ഷനിലേക്ക് പോകാം. എറ്റോമിഡേറ്റ്. ഇറ്റ് ഈസ് ആൻ ഇമിഡാക്സോൾ ഡെറിവേറ്റീവ്. ഓരോ ഇൻജക്ഷൻസിന്റെയും ഡെറിവേറ്റീവ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ എറ്റോമിഡേറ്റിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇമിഡാക്സോൾ ആണ്. ഇത് വൈവയ്ക്ക് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിന്റെ pH നോക്കാം. 6.9 അസിഡിക്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. 7ന് താഴെയുള്ളതൊക്കെ അസിഡിക്കും 7ന് മേലെയുള്ളത് ആൽക്കലൈൻ ആണ്. എറ്റോമിഡേറ്റിന്റെ ഫാർമക്കോ കൈനറ്റിക്സ് നോക്കാം. അതായത് ഫാർമക്കോ കൈനറ്റിക്സിനകത്ത് വരുന്നത് ഓൺസെറ്റ് ഓഫ് ആക്ഷനും ഡ്യൂറേഷൻ ഓഫ് ആക്ഷനും ആണ്. ഇത് നിങ്ങൾ മറന്നു പോകരുത്. എക്സാമിന് എഴുതുമ്പോൾ ഫാർമക്കോ കൈനറ്റിക്സ് എന്ന ഹെഡിങ് കൊടുത്തിട്ട് തന്നെ ഈ പോയിന്റ്സ് എഴുതുക. ഇതൊക്കെ ഒരു എക്സാം ടിപ്സ് ആണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റാപ്പിഡ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ. ഇത് റാപ്പിഡ് ആയിട്ട് തന്നെ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ഉള്ള ഒരു ഇൻജക്ഷൻ ആണ്. റിക്കവറി ഡിപ്പെൻഡ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ. റിക്കവറി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ പിന്നെയും എത്രത്തോളം ഇൻജക്ഷൻ കൊടുക്കുന്നു അതനുസരിച്ചായിരിക്കും. മെറ്റബോളിസം ബൈ എസ്റ്റർ ഹൈഡ്രോളിസിസ് ഇനാക്റ്റീവ് മെറ്റബോളൈറ്റ്. മെറ്റബോളിസം നടക്കുന്നത് ബൈ എസ്റ്റർ ഹൈഡ്രോളിസിസ് വഴിയാണ്. മെറ്റബോളൈറ്റ് ഇനാക്റ്റീവ് ആണ്. എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ. യൂറിൻ വഴിയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. 78% ത്രൂ യൂറിനും 22% ത്രൂ ബൈൽ വഴിയുമാണ് എക്സ്ക്രീഷൻ നടക്കുന്നത്. ഇതിന്റെ ഡോസേജ് വരുന്നത് 0.2 to 0.6 mg/kg ആണ്. അതായത് 1 കിലോയ്ക്ക് 0.2 to 0.6 mg ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് ഡോസേജും കാൽക്കുലേഷൻസും ഒക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ. നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി കേട്ടോ. ദെൻ ഫാർമക്കോ ഡൈനാമിക്സ്. ഇറ്റ് ആക്ട് ഓൺ ഗാബ റിസപ്റ്റർ. ഇത് ഗാബ റിസപ്റ്ററിലാണ് ആക്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അതായത് ഫാർമക്കോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് എവിടെയാണ് ആ ഡ്രഗ് ആക്ട് ചെയ്യുന്നത് അതിനെയാണ് നമുക്ക് ഫാർമക്കോ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഹെഡിങ്ങിന്റെ താഴെ എഴുതേണ്ടത്. എക്സാമിന് ഈ ഹെഡിങ് എഴുതിയിട്ട് തന്നെ പോയിന്റ്സ് എഴുതണം. കാരണം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഇൻജക്ഷനിലേക്ക് പോകാം. കീറ്റമിൻ. ഇറ്റ് ഈസ് ആൻ ഫെൻസൈക്ലിഡൈൻ ഡെറിവേറ്റീവ്. ഫെൻസൈക്ലിഡൈൻ ഡെറിവേറ്റീവ് ആണ്. ഞാൻ പറഞ്ഞ പോയിന്റ് ആണ്. അതായത് ഡെറിവേറ്റീവ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് പഠിച്ചു വെക്കുക. കാരണം വൈവയ്ക്ക് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. എൻ്റെ വൈവയ്ക്ക് എനിക്ക് കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കീറ്റമിന്റെ ഡെറിവേറ്റീവ് ഏതായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഫെൻസൈക്ലിഡൈൻ മറന്നു പോകാതെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതിന്റെ pH എന്ന് പറയുന്നത് 3.5 ആണ്. അസിഡിക് ആണ്. നമ്മൾ പറഞ്ഞു 7ന് താഴെയാണെങ്കിൽ അസിഡിക് എന്നും 7ന് മുകളിലേക്കുള്ളതാണെങ്കിൽ ആൽക്കലൈൻ എന്നുള്ളതും. ഇനി ഫാർമക്കോ കൈനറ്റിക്സ് നോക്കാം. അതായത് റാപ്പിഡ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ 30 to 60 സെക്കൻഡ്സ്. ഇതിനും റാപ്പിഡ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ആണ്. 30 to 60 സെക്കൻഡ്സിൽ തന്നെ ആക്ട് ചെയ്യുന്നുണ്ട്. ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് 15 to 20 മിനിറ്റ്സ് ആണ്. ഇതിന്റെ ഡ്യൂറേഷൻ എത്രത്തോളം ടൈം ആ മെഡിസിന്റെ ആക്ഷൻ ഉണ്ടാകും എന്നതാണ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷനിലൂടെ പറയുന്നത്. അതായത് 15 മുതൽ 20 മിനിറ്റ് വരെ അതിന്റെ ആ മെഡിസിൻ അതായത് നമ്മൾ കീറ്റമിൻ കൊടുത്തതിന് ശേഷം ആക്ഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ദെൻ മെറ്റബോളൈസ്ഡ് ഇൻ ലിവർ. ലിവറിലാണ് മെറ്റബോളൈസേഷൻ നടക്കുന്നത്. എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ. എക്സ്ക്രീഷൻ നടക്കുന്നത് യൂറിൻ വഴിയാണ്. കീറ്റമിന്റെ ഡോസേജ് നോക്കാം. IV വഴി കൊടുക്കുകയാണെങ്കിൽ 2 mg/kg IM വഴിയാണെങ്കിൽ 5 to 10 mg/kg ആണ്. IV എന്ന് പറയുന്നത് ഇൻട്രാവീനസ്, IM എന്ന് പറയുന്നത് മസ്കുലർ അതായത് മസിലിൽ കൊടുക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ഗിവൺ IV ആയിട്ട് കൊടുക്കാം, IM ആയിട്ട് കൊടുക്കാം, ഓറൽ ആയിട്ട് കൊടുക്കാം, നേസൽ ആയിട്ട് കൊടുക്കാം, പ്രീ റെക്ടൽ ആൻഡ് ഇൻട്രാതീക്കലി ആയിട്ടും നമുക്ക്
കീറ്റമിൻ കൊടുക്കാവുന്നതാണ് പേഷ്യൻസിന്. ദെൻ ഫാർമക്കോഡൈനാമിക്സ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് എവിടെയാണോ ഏത് സൈറ്റിലാണോ ആക്ട് ചെയ്യുന്നത് അതിനെയാണ് ഫാർമക്കോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഞാൻ പിന്നെയും അത് ആവർത്തിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിസിൻസ് നമ്മുടെ ഡ്രഗ്സ് നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ മെൻഷൻ ചെയ്ത് എഴുതുന്നതിൽ കൂടുതൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഫാർമക്കോഡൈനാമിക്സിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മേജർ എഫക്റ്റ് ബൈ ഇൻഹിബിഷൻ ഓഫ് NMDA N-മീഥൈൽ ഡി ആസ്പെർട്ടേറ്റ്. NMDAയുടെ ഫുൾ ഫോം ആണ് N-മീഥൈൽ ഡി ആസ്പെർട്ടേറ്റ് എന്ന് പറയുന്നത്. അതായത് മേജർ എഫക്റ്റ് എന്ന് പറയുന്നത് ഇൻഹിബിഷൻ ഓഫ് NMDA വഴിയാണ്. ദെൻ പ്രൈമറി സൈറ്റ് ഓഫ് ആക്ഷൻ ഈസ് തലാമോ നിയോകോർട്ടിക്കൽ പ്രൊജക്ഷൻ. പ്രൈമറി ആയിട്ട് തലാമോ നിയോകോർട്ടിക്കൽ പ്രൊജക്ഷനിലായിരിക്കും ആക്ഷൻ ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് ഡ്രഗ് എന്ന് പറയുന്നത് പ്രൊപ്പഫോൾ. ഇറ്റ് ഈസ് എ ഫീനോൾ ഡെറിവേറ്റീവ്. ഇതൊരു ഫീനോൾ ഡെറിവേറ്റീവ് ആണ്. ഓരോ ഡ്രഗ്സിന്റെയും ഡെറിവേറ്റീവ്സ് മറക്കാതെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഇതിന്റെ pH എന്ന് പറയുന്നത് 7 ആണ്. ഫാർമക്കോകൈനറ്റിക്സ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ 15 സെക്കൻഡ്സ് ആണ്. ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ 2 to 8 മിനിറ്റ്സ് ആണ്. മെറ്റബോളിസം ലിവറിലാണ്. മെറ്റബോളൈറ്റ് ഇനാക്റ്റീവ് ആണ്. ദെൻ എക്സ്ക്രീറ്റഡ് ത്രൂ കിഡ്നി ആണ്. ഡോസ് എന്ന് പറയുന്നത് 1.5 to 2.5 mg/kg. അതായത് 1 കിലോയ്ക്ക് 1.5 to 2.5 mg ആണ് നമ്മൾ പ്രൊപ്പഫോൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രൊപ്പഫോളിന്റെ ഫാർമക്കോഡൈനാമിക്സ് നോക്കാം. അതായത് പ്രൊപ്പഫോൾ എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഇറ്റ് ആക്ട്സ് ഓൺ ഗാമ റിസപ്റ്റർ. ഗാമ റിസപ്റ്ററിലാണ് പ്രൊപ്പഫോൾ ഇഞ്ചക്ഷന്റെ ആക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ ഏജൻസ് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യന് നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ നിങ്ങൾക്ക് മാക്സിമം എഴുതാൻ പറ്റിയ നല്ല പോയിന്റ്സ് ആണ് ഈ ടോപ്പിക്സിലൂടെ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഇഞ്ചക്ഷനെ പറ്റിയിട്ടുള്ളത് നമുക്ക് ഇലാബറേറ്റ് ചെയ്തിട്ട് ഓരോ വീഡിയോസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഡ്രഗ്സിന്റെ വീഡിയോസ് ആണ് വേണ്ടത് എന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ വീഡിയോ ചെയ്യാട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടോപ്പിക്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തന്നതെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.